പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായുള്ള UDFൻ്റെ കോർപ്പറേഷൻ ഭരണം കടുത്ത നിലയിലുള്ള അതൃപ്തിയാണ് പൊതുവിൽ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അവരുടെ മുന്നണിയിലെ പാർട്ടികളിലും നല്ലതുപോലെ പ്രതിഫലിക്കുന്നുണ്ട്. അഴിമതിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആക്ഷേപങ്ങൾ അവർക്കെതിരെ സാർവത്രികമായി ഉന്നയിക്കപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ച സന്ദർഭത്തിലാണ് മരക്കാർ വേണ്ടിയുള്ള സ്വീവേജ് പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 140 കോടിയുടെ അഴിമതി CPMൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ എല്ലാ വിശദാംശങ്ങളും അടക്കം പരസ്യമായി ഉന്നയിക്കുന്ന നിലയുണ്ടായത്. അതിനെതിരായിട്ട് കോടതിയിൽ പോകും എന്നെല്ലാമുള്ള എതിർ പ്രസ്താവനകളൊക്കെ UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതിനുള്ള എന്തെങ്കിലും നീക്കം ഇതുവരെ ആരംഭിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ വളരെ സോളിഡായ തെളിവുകൾ മറുപക്ഷത്ത് നിൽക്കുമ്പോൾ അത് ലളിതമല്ല എന്നുള്ളതുകൊണ്ടാണ് UDF അങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. LDF ആവട്ടെ ഇത്തവണ 2 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. UDFൻ്റെ അഴിമതി വാഴ്ചയ്ക്കെതിരെ, അവരുടെ വികസന വിരുദ്ധതയ്ക്കെതിരെ ഈ 2 മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ണൂർ കോർപ്പറേഷനിൽ LDF നേരിടുന്നത്. പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതിയും വികസന വിരുദ്ധതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള UDFനകത്ത് തന്നെയുള്ള വ്യക്തികളെയും വികാരങ്ങളെയുമെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 56 ഡിവിഷനുകളിലും സമാനമായി ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് എന്നുള്ളത് ഇതുവരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വളരെ പ്രകടമാണ്. അതിൻ്റെ പ്രകടിതമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ പള്ളിപ്പൊയിൽ ഡിവിഷനിൽ സ്വതന്ത്രനായിട്ട് TC താഹ എന്ന സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഇടയായിട്ടുള്ളത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണ്. അത് ഇവിടുത്തെ കൗൺസിലറായിരുന്നു. കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന പ്രവർത്തകരാണ്. എല്ലാ സന്ദർഭത്തിലും കോൺഗ്രസിൻ്റെ മുന്നണി പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായി മറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും. കുറച്ചു കാലമായി കോൺഗ്രസിനകത്തുള്ള ഈ അന്യായങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ സജീവമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കൂടി ബോധ്യമുള്ള കാര്യമാണ്. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു പരിസമാപ്തി എന്നുള്ള നിലയിൽ പള്ളിപ്പൊയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDFനെതിരെ മത്സരിക്കാൻ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. കോർപ്പറേഷനകത്ത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഈ UDF വിരുദ്ധ വികാരത്തെ പൊതുവിൽ 56 ഡിവിഷനിലും ഉപയോഗിക്കാനാവണം എന്ന കാഴ്ചപ്പാടോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലക്ക് ഞങ്ങൾ ആലോചിച്ചപ്പോൾ പള്ളിപ്പൊയിൽ സീറ്റിൽ താഹയെ പിന്തുണക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കാണ് TC താഹ അവിടെ മത്സരിക്കുന്നത്. വലിയ നിലക്ക് UDF വിരുദ്ധ വികാരം അലതല്ലുന്ന ഒരു നിലയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ കോർപ്പറേഷനകത്തുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 2 ദിവസക്കാലം മുമ്പ് നടന്നിട്ടുള്ള 2 മാധ്യമങ്ങളുടെ പൊതുചർച്ച ചടങ്ങിൽ അതിൽ നേരത്തെയുള്ള കോർപ്പറേഷൻ മേയറാണ് UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത്. ആ 2 പരിപാടികളിലും അവിടെ കൂടിയ ജനക്കൂട്ടമാകെ, ആ ജനക്കൂട്ടം എന്ന് പറയുന്നത് ഞങ്ങളുമായി ബന്ധമുള്ള ആളുകൾ വ്യക്തിപരമായി തന്നെ ഞാൻ ആ പരിപാടിയിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞങ്ങളുമായി ബന്ധമുള്ള ആളുകൾ വളരെ അപൂർവമാണ്. ധാരാളം ആളുകൾ നല്ലതുപോലെ UDFുമായി ബന്ധമുള്ളവരാണ്, ഇവിടുത്തെ വോട്ടർമാരാണ്. അവർ UDFന് വേണ്ടി പങ്കെടുക്കുന്ന ആളെ ആക്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുതയാണ്. ചോദ്യശരങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടത്. എന്താണ് നിങ്ങൾ ഈ കഴിഞ്ഞ 5.5 കൊല്ലക്കാലം നടത്തിയ വികസനം എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന ഉത്തരം ഇവിടെ കണ്ണൂർ ദസറ നടത്തിയെന്നുള്ളതാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഗൗരവമായ കാര്യം ചൂണ്ടിക്കാട്ടാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഈ 2 ചർച്ചകളിൽ. അപ്പോൾ
വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊന്നും ചൂണ്ടിക്കാട്ടാനില്ലാത്ത, നടക്കുന്ന എല്ലാ സിവിൽ വർക്കുകളിലും കൈക്കൂലിയും അഴിമതിയും മുഖമുദ്രയാക്കിയിട്ടുള്ള ഈ UDF മുന്നണിക്കെതിരായി വിധിയെഴുത്തിന് വേണ്ടി ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ അതിർത്തിയിലുള്ള ജനങ്ങൾ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഭാഗമായി കൂടി ഈ ഉയർന്നു വരുന്ന വികാരത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പള്ളിപ്പൊയിൽ ഡിവിഷൻ മത്സരിക്കുന്ന TC താഹക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതിലേക്ക് പിന്തുണ നൽകാൻ നിങ്ങൾ തീരുമാനിച്ചത്. ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി പള്ളിപ്പൊയിൽ ഡിവിഷനിൽ ജനങ്ങളെ സമീപിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ വികാരം വികസനത്തിൻ്റെ വെള്ളിവെളിച്ചം പോലും ആ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ അവിടെ നടത്തിയുള്ള ചെറിയ ചെറിയ വികസനങ്ങൾ പോലും അത് വ്യക്തി താല്പര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എതിർവികാരം കോർപ്പറേഷൻ നിലവിലെ ഭരണകർത്താക്കൾക്കെതിരെയുള്ള ഒരു എതിർവികാരം ഉള്ളതുകൊണ്ട് എനിക്കതൊരു പ്രചോദനമാകുകയും എൻ്റെ വികാരത്തോടൊപ്പം എൻ്റെ ലക്ഷ്യത്തോടൊപ്പം അഴിമതിക്കെതിരെ പോരാടുന്ന നാളുകളേറെയായി ഇടതുപക്ഷ പ്രസ്ഥാനം അഴിമതിക്കെതിരെ ഇവിടെ സമരം നടത്തി വരികയാണ്. ആ സമരങ്ങളിലൊക്കെ കാതലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടതുപക്ഷം എന്നെ പിന്തുണക്കും എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ആ പിന്തുണ ഞാൻ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ഇന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. പള്ളിപ്പൊയിലിൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് എന്നിലൂടെ കാത്തു നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ടാകും എന്നുള്ളൊരു വിശ്വാസവും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന ഒരു കൗൺസിലറായി ഇവിടുത്തെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഞാൻ പാർട്ടിക്കകത്ത് വളരെ സജീവമായി ഇവിടെ പ്രകാശ് മാഷ് സൂചിപ്പിച്ചു. നമുക്കറിയാം, ഇന്നിപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചൊക്കെ റിബലുകളെ കുറിച്ചൊക്കെ പ്രകാശ് മാഷ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പയ്യാമ്പലത്ത് മത്സരിക്കുന്നത് AICCയുടെ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും AICCക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ബീഹാറിലൊക്കെ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെടുമ്പോൾ അതിനകത്തുണ്ടായ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബാഹ്യമായി ഇടപെട്ടുകൊണ്ട് സ്വന്തക്കാരെ തിരികെ കയറ്റുകയും അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള അഴിമതി നടത്തുന്നതിനാവശ്യമായ ആളുകളെ തിരികെ കയറ്റിക്കൊണ്ടാണ് ഇവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. പയ്യാമ്പലത്ത് AICCയുടെ നോമിനിയാണ്. ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ പോലും AICC ഇടപെടുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ എതിരെയാണ് എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം. ഞാൻ മത്സരരംഗത്ത് വരുന്നതും അതുകൊണ്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഴിമതിക്കെതിരെ പോരാടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി മത്സരിക്കുവാൻ പള്ളിപ്പൊയിലിൽ ഞാൻ തയ്യാറായിരിക്കുന്നു. ആ വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്.